ഒരു പുട്ടാണ്. നിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ, കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി എന്ന് പറയും. വീട്ടിലാരൊക്കെ ഉണ്ട്? ആരുമില്ല. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്പലത്തിൽ ഊത്തായിരുന്നു. ബാലുശ്ശേരി ഗോപാലപ്പണിക്കരെന്ന് പറഞ്ഞാൽ വലിയ നാദസ്വരക്കാരനാണെന്നാ പല്ലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഓടിക്കോ, നീ കാച്ചു കൊടുക്കാതെ ബാലുശ്ശേരി ബഷീർ നിന്നെ കാണാൻ പറ്റും. ഉറുത്തൊന്നും രണ്ടല്ല 10,000 എണ്ണി വാങ്ങിയേ. ഇനി ഈ ബാലുശ്ശേരി ബഷീറിനെ പറ്റിക്കാൻ നോക്കണ്ട. എന്റെ ബാലുശ്ശേരിക്ക കുറച്ച് ദിവസം കൂടി അവധി തരണം. പൈസ ഞാൻ എങ്ങനെയെങ്കിലും തിരികെത്തരാം. എപ്പോഴും സോളമൻ. അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ബാലുശ്ശേരി GHSലെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരു എബ്രഹാം തോമസിനെ കുറിച്ച്? ഓർമ്മയുണ്ട്. സാറിന്റെ മോനാ. എന്നാലും നമ്മളെ പ്രേമേട്ടന്റെ പടം ബാലുശ്ശേരി സന്ധ്യയെന്നും പ്രഭാതെന്നും എത്ര കണ്ട് കോരി ധരിച്ചിരുന്നു. മൂപ്പരോട് അങ്ങനെ ഒരു പണി. ആരാ മനസ്സിലായില്ല? അയ്യോ, ഒന്നും ചോദിക്കല്ലേ, സ്വാമി മൗനവ്രതത്തിലാ. ബാലുശ്ശേരിയിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ടതാ. ജോജി, കുറെ കാലമായല്ലോ തന്നെ കണ്ടിട്ട്. താനില്ലാത്തതുകൊണ്ട് ഇപ്പൊ മോർണിംഗ് വാക്കിലെ ചായ മുടങ്ങി. ഞാനിന്ന് ബാലുശ്ശേരി വരെ പോയി. എന്താ നല്ല കോളുമല്ലോ കേട്ടോ. ഒരു കുളത്തു നിൽക്കുന്നുണ്ട്. അവിടെ കളം മുതൽ വാങ്ങിക്കുന്നൊരു പിശാചുണ്ട്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനത്തിന് 5000 രൂപ ഉണ്ടെങ്കിലും 250 രൂപ തരുന്ന ബാലുശ്ശേരി ബഷീർ. മണാലത്ത് അന്വേഷണം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചു. മണാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്ത് ഓഫീസിൽ വന്നു കണ്ട ഒരു വൃദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിനൊരു അപേക്ഷ നൽകി. ബാലുശ്ശേരി കക്കാടില്ലെത്തു നിന്ന ആ വൃദ്ധന്റേത് ഒരു സങ്കട ഹർജിയായിരുന്നു.